എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ജൂപ്പിലൻ മൂഡിലാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ S&P 500, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. AI റിലേറ്റഡ് സ്റ്റോക്കുകൾ, ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനി NVIDIA ആണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.85 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.69 ട്രില്യൺ ആണ്. മെറ്റ പ്ലാറ്റ്ഫോമും ഓൾ ടൈം ഹൈനടുത്താണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെറ്റയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.84 ട്രില്യൺ ആണ്. GE Vernova പവർ റിലേറ്റഡ് ഒരു കമ്പനിയാണ്. GE Vernova പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓവറോൾ AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, പവർ റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ കോർപ്പറേറ്റുകൾ AI അഡോപ്ഷൻ 92% കമ്പനികളും AI അഡോപ്ഷൻ നടപ്പിലാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കോമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയങ്ങളിൽ 20 വർഷം എടുത്തു 10% കോമേഴ്സ് അഡോപ്ഷന് വേണ്ടിയിട്ട്. അതേസമയം AI അഡോപ്ഷന് വേണ്ടിയിട്ട് 2.5 കൊല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ, 9.2%. അടുത്ത മാസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ AI അഡോപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത് ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ, ഡാറ്റാ സെൻറ്റർ കമ്പനികൾ, പവർ റിലേറ്റഡ് കമ്പനികൾ, ഈ കമ്പനികൾക്കൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ മാർക്കറ്റുകളിൽ കണ്ടത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റാണ് കാണിക്കുന്നത്. പല എക്കണോമിക് ഡാറ്റകളും അമേരിക്കൻ എക്കണോമിയുടെ വീക്ക്നെസ്സിനെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അമേരിക്കയിലുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി അമേരിക്കൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച നാം കണ്ടിട്ടുണ്ട്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിരുന്നു. ഒപ്പം കമോഡിറ്റികൾ കോപ്പർ, അലുമിനിയം, സിങ്ക് ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് കോപ്പർ ഷോർട്ടേജ് ആയിരിക്കും അടുത്ത മാസങ്ങളിൽ എന്നുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ കോപ്പർ മുന്നേറിയിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലും കോപ്പർ മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം അലുമിനിയം, സിങ്കും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് 14% താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്ക് ടു വീക്ക്. അതിന് മുന്നത്തെ ആഴ്ചയിൽ $80 പെർ ബാരൽ വരെയൊക്കെ ഉയർന്നിരുന്നു. അത് പ്രധാനമായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഈ സംഘർഷം അയവ് വന്നു എന്നുള്ള റിപ്പോർട്ടാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൽ വലിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രശ്നം കാരണമാക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ച $66.8 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്മോഡിറ്റി ഗോൾഡാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടൊരു കമ്മോഡിറ്റിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ്. സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $3273 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച. ഇത് പൊതുവെ ഒരു കൺസോളിഡേഷൻ മോഡിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ മുന്നേറ്റം കണ്ടത്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മളിപ്പോൾ ഗോൾഡിൽ കാണുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ്മാൻ സാക്സും ബാങ്ക് ഓഫ് അമേരിക്കയൊക്കെ ഗോൾഡിൻ്റെ ടാർഗറ്റ് ഇപ്പോഴും $4000 തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ Q2 റിലേറ്റഡ് ഡാറ്റാസും ജൂലൈ 2nd വീക്കിൽ വരും. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ ഗോൾഡിലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുള്ളൂ. ഒപ്പം അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ അമേരിക്കൻ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസും ബാറുകളൊക്കെ വാങ്ങാറ്. പക്ഷേ ഇപ്പോൾ ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം അവരെല്ലാം തന്നെ ഈ ബാറുകളും കോയിൻസൊക്കെ വിറ്റ് ആ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഈ വിൽക്കുന്ന ബാറുകളും കോയിൻസൊക്കെ വാങ്ങുന്നത് ചൈന അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഈ ന്യൂസ് നിങ്ങളുടെ
ഒരു ഇൻഫർമേഷനായിട്ട് കരുതിയാൽ മതി. നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ യൂസ് ചെയ്യാവുന്നൊരു ഇൻഫർമേഷനാണ്. എന്നിരുന്നാലും ഓവറോൾ ഗോൾഡ് സെൻറ്റിമെൻറ്റ് ലോങ് ടൈമിൽ പോസിറ്റീവ് തന്നെയാണ്. ഇനി ഇന്ത്യൻ റുപ്പിയുടെ കഴിഞ്ഞ ആഴ്ചയിലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ $ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്ത്യൻ റുപ്പി കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നു, ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു. ഈ രണ്ട് ഇഫക്റ്റും പോസിറ്റീവ് ഇഫക്റ്റാണ് ഇന്ത്യൻ എക്കണോമിക്ക് നൽകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും കാണാനായിട്ട് സാധിക്കും. ഇനി ഓവറോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ കലണ്ടർ ഇയർ ആദ്യത്തെ ഹാഫ്, അതായത് ജൂൺ അവസാനിക്കാൻ പോകുന്ന ആദ്യത്തെ ഹാഫിൽ അമേരിക്കൻ മാർക്കറ്റുകളിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷനാണ് കണ്ടത്. പീക്കിൽ നിന്ന് 20% താഴെ പോയിരുന്നു നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 ഒക്കെ ഒരു അവസരത്തിൽ. അതിനുശേഷം വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ലോസസും റീകൂപ്പ് ചെയ്തുകൊണ്ട് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കലണ്ടർ ഇയറിലെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ടുമാറോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഫസ്റ്റ് ഹാഫ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും അത് തന്നെയാണ് സ്ഥിതിവിശേഷം. ഈ കലണ്ടർ ഇയറിലെ ആദ്യത്തെ ഹാഫ്, അതായത് ജൂൺ അവസാനിക്കുന്ന ഹാഫിൽ ഇന്ത്യൻ മാർക്കറ്റിലും അത്തരത്തിലുള്ളൊരു വെളാട്ടിലിറ്റി തന്നെയാണ് നമ്മൾ കണ്ടത്. പീക്കിൽ നിന്ന് ഏപ്രിൽ 7 21,743.65 നിഫ്റ്റി താന്നിരുന്നു. അതിന് മുമ്പത്തെ പീക്കായിരുന്നു 26,277.35 ആയിരുന്നു സെപ്റ്റംബർ 27, 2024. അപ്പോൾ പീക്കിൽ നിന്ന് 17.25% നിഫ്റ്റി താഴെ വന്നിരുന്നു ഏപ്രിൽ 7. സെൻസെക്സ് പീക്കിൽ നിന്ന് 16.93% താഴെ വന്നിരുന്നു. അതിനുശേഷം വെള്ളിയാഴ്ചയ്ക്ക് ഉള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെ ഏപ്രിൽ 7 ലോവിൽ നിന്ന് 17.9% ബെറ്ററായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 17.68% ബെറ്ററായിട്ടാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അമേരിക്കയിൽ ഇതുപോലുള്ള ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടത്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അറൗണ്ട് 9% ആണ് നിഫ്റ്റിയും സെൻസെക്സും റിട്ടേൺ നൽകിയിട്ടുള്ളത്. ഇനി ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 9% തന്നെയാണ് നിഫ്റ്റിയും സെൻസെക്സും റിട്ടേൺ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഒരു പരിധി വരെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി സേഫ് ഹെവൻ അസറ്റായിട്ടാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എല്ലാം കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് താരിഫ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളൊരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്, എക്സ്പോർട്ട് ഡ്രിവൺ എക്കണോമി അല്ല. വളരെ കുറവ് മാത്രമാണ് നമ്മൾ അമേരിക്കയിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതും സ്റ്റീല് അങ്ങനത്തുള്ള മെറ്റൽസാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് അപ്പാരൽ എക്സ്പോർട്ട്സിലൊക്കെ നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബലി ഇനി വലിയ രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഒപ്പം Q4 റിസൾട്ടുകൾ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ കാഴ്ചവെച്ചത് സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഒപ്പം ജൂലൈ 2nd വീക്ക് മുതൽ ഈ ധനകാര്യ വർഷത്തെ Q1 റിസൾട്ടുകൾ വരികയാണ്. ഈ റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മസഗൺ ഡോക്ക് ലിമിറ്റഡ് PSU ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്, സീറോഡെഡ് കമ്പനിയാണ്, കൊളംബോയിലുള്ള കൊളംബോ ഡോക്യാർഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇതൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. മുമ്പ് ജാപ്പനീസ് കമ്പനിയായിരുന്നു. ഇതിന് 51% ഹോൾഡ് ചെയ്തിരുന്നത്. നവംബർ 2024 ഈ ജാപ്പനീസ് കമ്പനി അവരുടെ ഹോൾഡിങ്സ് എക്സിറ്റ് അടിച്ചിരുന്നു. അത് മസഗൺ ഡോക്ക് ലിമിറ്റഡ് വാങ്ങുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ വരികയാണെങ്കിൽ അത് മസഗൺ ഡോക്കിനെ സംബന്ധിച്ചും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. കാരണം ഈ കമ്പനി ചൈന അക്വയറി ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുപ്രീമസി ചൈനയ്ക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മസഗൺ ഡോക്ക് ഈ കമ്പനീനെ അക്വയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഷിപ്പ് ബിൽഡിംഗ് കപ്പാസിറ്റി ശ്രീലങ്കയിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. പോസിറ്റീവ് ഇമ്പാക്റ്റാണ് മസഗൺ ഡോക്കിന് ലോങ് റണ്ണിൽ ഈ അക്വിസിഷൻ നൽകാൻ പോകുന്നത്. JSW പെയിൻറ്റ്
JSW പെയിൻറ്റ് ലിസ്റ്റഡ് കമ്പനിയായ അക്സോ നോബലിനെ ടേക്ക് ഓവർ ചെയ്യാണ്. പെയിൻറ്റ് സെക്ടറിൽ വീണ്ടും കോമ്പറ്റീഷൻ കൂടുകയാണ്. ഗ്രാസിമുണ്ട്, ഏഷ്യൻ പെയിൻ്റ് ഉണ്ട്, ഇൻഡിഗോ പെയിൻ്റ് ഉണ്ട്, പിഡിലൈറ്റ് ഉണ്ട്, JSW പെയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ കൂടുകയാണ്. കോമ്പറ്റീഷൻ കൂടുന്നത് ലോങ് റണ്ണിൽ നല്ലതാണ്. മാർക്കറ്റ് മൊണോപ്പൊളി മാറുകയാണ്. 3-4 പ്ലേയേഴ്സ് വരെയാണ്. തീർച്ചയായിട്ടും ഏഷ്യൻ പെയിൻ്റ് ആയിരുന്നു മാർക്കറ്റ് മൊണോപ്പൊളി ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രാസിം എൻട്രി ചെയ്തു, JSW തേർഡ് പ്ലെയർ ആയിട്ട് വന്നേക്കാം, പിഡിലൈറ്റ് ഉണ്ട്, ഇൻഡിഗോ പെയിൻറ്റ്സ് ഉണ്ട്. ഓവറോൾ ഈ സെക്ടറിനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് നമ്മൾ കുറേ കാലമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് ലിമിറ്റഡിന് ബ്രോക്കിംഗ് സർവീസസ് ആരംഭിക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ജിയോ ബ്ലാക്ക് റോക്ക് AMC ETFകളും അടുത്ത മാസങ്ങളിൽ ലോഞ്ച് ചെയ്യും. ഓവറോൾ ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രീവിയസ് ടോപ്പ് 368 രൂപ പെർ ഷെയർ ആണ്. അടുത്ത മാസങ്ങളിൽ മിക്കവാറും ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 400 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലോങ് റണ്ണിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. ടോറൻ ഫാർമ JB കെമിക്കൽസിനെ അക്വയർ ചെയ്യാനുള്ള നീക്കത്തിലാണ്. JB കെമിക്കൽസിൻ്റെ 47.84% ഹോൾഡ് ചെയ്യുന്നത് KKR പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടാണ്. ഈ ഇക്വിറ്റി ഫണ്ടായിട്ട് ടോറൻ ഫാർമ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് JB കെമിക്കൽസിനെ അക്വയർ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഈ അക്വിസിഷൻ നടക്കുകയാണെങ്കിൽ JB കെമിക്കൽസിനും അതുപോലെ തന്നെ ടോറൻ ഫാർമയ്ക്ക് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഹാഫ് അമേരിക്കൻ മാർക്കറ്റ് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ $164 ബില്യൺ ഇൻഫ്ലോ ആണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് എമർജിംഗ് പോർട്ട്ഫോളിയോ റിസർച്ച് പറയുന്നത്. തേർഡ് ലാർജസ്റ്റ് ആണ് ഹിസ്റ്ററിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ടെക്നോളജി ഫണ്ടുകളിലേക്കാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അക്രോസ് ദ ഗ്ലോബ് ടെക്നോളജി സെക്ടറിന് നൽകാൻ പോകുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ്, ഹിൻഡാൽകോ, ഹിറ്റാച്ചി എനർജി ലിമിറ്റഡ്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, IDBI ബാങ്ക്, LIC, SBI, IFCI ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. വേദാന്ത ലിമിറ്റഡ് സെപ്റ്റംബറിന് മുമ്പ് ഡീമർജർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം കോപ്പർ അലുമിനിയം പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബലി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ കമ്പനിക്ക് ലഭിക്കും. ഡീമർജർ ഗെയിനും ലഭിക്കും. ഒപ്പം ഇൻ്ററിം ഡിവിഡൻറ്റും അനൗൺസ് ചെയ്തിരുന്നു. ഹിൻഡാൽകോ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അമേരിക്കൻ കമ്പനീനെ അക്വയർ ചെയ്തിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിലേക്ക് നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നൊരു ന്യൂസും കൂടിയാണത്. ഹിറ്റാച്ചി എനർജി ലിമിറ്റഡ് ഹൈ വോൾട്ടേജ് ഹൈ കപ്പാസിറ്റി ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഓർഡർ ബാഗ് ചെയ്തിരുന്നു പവർ ഗ്രിഡിൽ നിന്ന്. ലോങ് റണ്ണിൽ വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നൊരു ന്യൂസാണ് ഹിറ്റാച്ചി എനർജിക്ക്. ഈ സ്റ്റോക്കും നല്ല രീതിയിൽ അടുത്ത മാസങ്ങളിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. IDBI ബാങ്ക് ലിമിറ്റഡ് ഗവൺമെൻറ്റിൻ്റെയും LICയുടെയും സ്റ്റേക്ക് ഒരുപക്ഷെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തേക്കാം. അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നേക്കാം. അതിനനുസരിച്ച് ഈ സ്റ്റോക്ക് പ്രൈസിലും ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. NSEയുടെ IPO വരെയാണ്. NSEയിൽ LIC 10.72% ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ 4.4% ഹോൾഡ് ചെയ്യുന്നുണ്ട്. SBI 3.23% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കമ്പനികളെ സംബന്ധിച്ചും ഈ NSEയുടെ IPO പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ IFCയുടെ അണ്ടറിലാണ്. അപ്പോൾ IFCയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം PSU റിലേറ്റഡ് ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കാണ് IFCI. ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് NSE IPOയിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കുറേ ഓർഡറുകൾ ബാഗ് ചെയ്തിരുന്നു. വീണ്ടും ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ്. രാജസ്ഥാനിൽ നിന്നാണ്, NTPCയിൽ നിന്നാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ പുതിയ ഓർഡർ ബാഗിംഗ് ന്യൂസ് നൽകുന്നത്. ആക്മെ സോളാർ NHPCയിൽ നിന്ന് വീണ്ടും ഒരു ഓർഡർ ബാഗ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലും ഇത്തരത്തിൽ ഓർഡേഴ്സ് ഈ കമ്പനി ബാഗ് ചെയ്തിരുന്നു. പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ ഓർഡർ ബാഗിൽ നിന്നും നമ്മൾ ഈ സ്റ്റോക്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റ് ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ റോൾ ഓവർ ജൂൺ സീരീസിൽ നിന്ന് ജൂലൈ മാസത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ നോക്കുകയാണെങ്കിൽ
ഇൻഡെക്സ് ഫ്യൂച്ചർ 79.53% റോൾ ഓവർ. അതായത് നിഫ്റ്റി ഫ്യൂച്ചർ ജൂലൈക്ക് റോൾ ഓവർ നടത്തിയിട്ടുള്ള 79.53%. ലോങ് പൊസിഷൻ റോൾ ഓവറാണ് കൂടുതൽ. കഴിഞ്ഞ മാസം അത് 79.10% ആയിരുന്നു. 3 മന്ത് ആവറേജ് 79.24% അതോടൊപ്പം തന്നെ നമ്മൾ ലോങ് ഷോർട്ട് റേഷ്യോ നിഫ്റ്റി ഇൻഡെക്സ് ഫീച്ചേഴ്സിൻ്റെ ലോങ് ഷോർട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ 38.43% ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലെ കണക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹയർ റേഷ്യോ ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വീണ്ടും പോസിറ്റീവ് ബയാസിനെ തന്നെയാണ്. നിഫ്റ്റി വീണ്ടും മുന്നേറുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഈ ഡാറ്റകളെല്ലാം നൽകുന്നത്. ബാങ്ക് നിഫ്റ്റി റോൾ ഓവർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷനാണ്. 75.75% ജൂലൈയിലേക്കുള്ള ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ. അത് കഴിഞ്ഞ മാസം 79.29% ആയിരുന്നു. 3 മന്ത് ആവറേജ് 76.7% അപ്പോൾ ഒരു കോഷനാണ് ബാങ്കിങ് സ്റ്റോക്കുകൾ പൊതുവെ ബാങ്ക് നിഫ്റ്റിയുടെ റോൾ ഓവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ Q1 റിസൾട്ടുകൾ വരാൻ പോകുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ റോൾ ഓവർ ന്യൂസുകൾ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളെ പോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളും വൊളാറ്റിലിറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റി പീക്കിൽ നിന്ന് 17.25% താഴെ വന്നിരുന്നു ഏപ്രിൽ 7-ന്. സെൻസസും അതോടൊപ്പം തന്നെ 16.93% താഴെ വന്നിരുന്നു ഏപ്രിൽ 7-ന്. ഏപ്രിൽ 7-ൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നിഫ്റ്റി 17.9% ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസസ് 17.68% ഗെയിനോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു പോസിറ്റീവ് ബയാസിനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഡാറ്റകൾ, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ്മെൻറ്റുകൾ, ഒപ്പം ഇൻട്രസ്റ്റ് റേറ്റ് 0.75 ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. CRR 4-3 ആക്കി കഴിഞ്ഞു. ഈ ഡാറ്റകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഇനി ജൂലൈ 2nd വീക്ക് തൊട്ട് വരാൻ പോകുന്ന Q1 റിസൾട്ടുകൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു നിഫ്റ്റി ജൂൺ എൻഡോട് കൂടിയിട്ട് 25,500 25,600 ക്രോസ് ചെയ്യുന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു ഇവൻറ്റ് തന്നെയാണ് വെള്ളിയാഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇനി ഈ ക്വാർട്ടർ അവസാനത്തെ ദിവസം നാളെയാണ്. നാളെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു പക്ഷേ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഒപ്പം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ പോസിറ്റീവാണ്. എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സെറ്റിലാവുക, അതോടൊപ്പം തന്നെ അമേരിക്കയിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക, ഒപ്പം അമേരിക്കയിൽ വരാൻ പോകുന്ന Q2 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആവുക, ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുക. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് നമുക്ക് ഇന്ത്യയിലും ഉണ്ടാവുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഡേയ്സ് ആണ് ഹെഡ് ഉള്ളത്. കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിനുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് വ്യൂവിനുള്ള ഫാക്ടേഴ്സൊന്നും ഇപ്പോൾ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ വ്യൂവിലിരിക്കുക, ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂവിലിരിക്കുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരികയാണെങ്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന ഹോൾഡിങ്സിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. മാർക്കറ്റ് മുന്നേറുമ്പോഴാണ് പ്രോഫിറ്റ് എടുക്കേണ്ടത്, അല്ലാതെ മാർക്കറ്റ് മുന്നേറുമ്പോൾ ചേസ് ചെയ്ത് വാങ്ങലല്ല. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴെ വരുമ്പോഴാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ബൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ IPO ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു IPO. കഴിഞ്ഞ ആഴ്ചയിൽ 17.65 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സാംഭവ് സ്റ്റീൽ ട്യൂബ്സ് 30.33 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളും
ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. HDB ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേ മാർക്കറ്റിൽ 1250, 1300 ലെവലിലൊക്കെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഗ്രേ മാർക്കറ്റിൽ നിന്ന് ഈ സ്റ്റോക്കൊക്കെ അക്വയർ ചെയ്തിരുന്നു. പക്ഷേ ലിസ്റ്റിംഗ് ഒരു പക്ഷേ അവരെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്ന അറൗണ്ട് 800, 850 അല്ലെങ്കിൽ 900, 950 ലെവലിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രേ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം, ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കി പിയർ വാല്യുവേഷൻ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമേ ഗ്രേ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനും കൂടിയായിരിക്കാം ഒരുപക്ഷെ HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ലിസ്റ്റിംഗ്. തീർച്ചയായിട്ടും SMEയിലും ധാരാളം IPOs ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഓവർ സബ്സ്ക്രൈബഡ് ആണ്. എന്നിരുന്നാലും എല്ലാവരുടെയും അറ്റൻഷൻ ഈ ആഴ്ചയിൽ HDB ഫിനാൻഷ്യൽ സർവീസസ് ലിസ്റ്റിംഗ് ആണ്. ഒപ്പം സാംബവ് സ്റ്റീൽസ് ട്യൂബും ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റിംഗ് ആരംഭിക്കാനാണ്, ട്രേഡിംഗ് ആരംഭിക്കാനാണ് ചാൻസസ് കൂടുതൽ. ഇനി നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ 2-3-4 ഇവൻറ്റുകളാണ് ഒരുപക്ഷെ മാർക്കറ്റ് വോളാറ്റിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതകൾ. ഒന്ന്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള താരിഫ് അനൗൺസ്മെൻറ്റുകൾ. 2, Q2 റിസൾട്ടുകൾ അമേരിക്കയിൽ, Q1 റിസൾട്ടുകൾ ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ S&P 500 അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്നത് 22 PE-യിലാണ്. 10 ഇയർ ആവറേജ് 18.6 PE ആണ്. പക്ഷേ അമേരിക്കയിൽ കഴിഞ്ഞ 10 വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ധാരാളം ഈസി മണി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഹ്യൂജ് ഇൻഫ്ലോ ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഏണിംഗ് റേഷ്യോയിൽ ഒരു പ്രീമിയം കാണുന്നുണ്ട്. ആ പ്രീമിയം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ 22 PE-യിൽ അമേരിക്കൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷനും അവസ്ഥയും തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും. റീറ്റെയിൽ മണിയാണ് ഇന്ത്യൻ മാർക്കറ്റിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോസും അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസൊന്നും കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ഇപ്പോൾ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒപ്പം ഇന്ത്യൻ ഡൊമസ്റ്റിക് ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള പ്രീമിയം വാല്യുവേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എല്ലാ ഫാക്ടേഴ്സും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് റിയാക്ഷൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗ്ലോബലി എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റ് ബൈ ദ ഡിപ്പ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങുകയാണ്. ആ ഇവൻ്റ് തന്നെയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ വരാൻ പോകുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും നമ്മുടെ മാർക്കറ്റിന് ലഭിക്കും. ഇനി നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷൻ അറൗണ്ട് $61 ട്രില്യൺ ആണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷൻ വെള്ളിയാഴ്ച $5.38 ട്രില്യൺ ആണ്. കമ്പയർ ചെയ്യുക അറൗണ്ട് 12 ടൈംസ് ബിഗറാണ് അമേരിക്കൻ മാർക്കറ്റ്. ഇനി അമേരിക്കയിലത്തെ 2 കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒന്ന് നോക്കാം. NVIDIA $3.85 ട്രില്യൺ വെള്ളിയാഴ്ച. മെറ്റ പ്ലാറ്റ്ഫോം $1.84 ട്രില്യൺ. ഈ 2 കമ്പനികളുടെയും കൂടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ $5.39 ട്രില്യൺ ആണ്. ഈ 2 കമ്പനികളുടെയും കൂടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇന്ത്യയിലത്തെ എല്ലാ കമ്പനികളുടെയും കൂടിയുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് $5.38 ട്രില്യൺ. അപ്പോൾ 2 കമ്പനികൾ ഇന്ത്യയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എക്സീഡ് ചെയ്തിരിക്കുകയാണ്. NVIDIAയുടെ റാലി ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ NVIDIA $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്ത ദിവസങ്ങളിൽ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നു AI റിലേറ്റഡ് അഡോപ്ഷൻ കൂടുക, ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ആക്ടിവിറ്റി കൂടുക, ഡിമാൻഡ് കൂടുക. ഈ അവസ്ഥയിൽ NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന $6 ട്രില്യൺ ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊപ്പം വരികയാണ്. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ ജയൻറ്റ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അടുത്ത വർഷങ്ങളിൽ കൂടുമെന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെ
ഒരു ഭാവിയെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിക്കിളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അല്ലെങ്കിൽ ബിർള ഗ്രൂപ്പ്, ടാറ്റ ഗ്രൂപ്പ് കമ്പനികൾ, TCS, ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ ഭാവി വളരെ ശോഭനാണ്. ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഗ്രോ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെ മാർക്കറ്റ് വാല്യുവേഷൻ കൂടും. ഇന്ത്യൻ സ്റ്റോക്കുകളുടെ മാർക്കറ്റ് വാല്യുവേഷനോടൊപ്പം തന്നെ നിഫ്റ്റിയും സെൻസെക്സും അടുത്ത മാസങ്ങളിലൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ, നമ്മൾ മുമ്പ് കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പറഞ്ഞിരുന്നത് ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാറ്റി പറഞ്ഞിരുന്നു അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹിറ്റ് എന്നുള്ള ഒരു പ്രൊജക്ഷനാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യും. നിഫ്റ്റിയുടെ പ്രീവിയസ് സ്റ്റോപ്പ് 26,277.35 ആണ്. സെൻസെക്സിൻ്റെ പ്രീവിയസ് സ്റ്റോപ്പ് 85,978.25 ആണ്. ഇത് ഹിറ്റ് ചെയ്തത് സെപ്റ്റംബർ 27, 2024 അപ്പോൾ ഈ 2 ലെവലുകളും ക്രോസ് ചെയ്തുകൊണ്ട് നിഫ്റ്റിയും സെൻസെക്സും അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ഔട്ട് പെർഫോമൻസ് കാണിക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. പ്രൊവൈഡഡ് ദാറ്റ് Q1 റിസൾട്ടുകൾ വരാനുള്ളത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആവുക. അതോടൊപ്പം തന്നെ ഗ്ലോബലി ടെക്നോളജി റാലി വീണ്ടും വലിയ രീതിയിൽ മുന്നേറുക. അതോടൊപ്പം തന്നെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ ഡിസിഷൻ എടുക്കുക. ഗ്ലോബലി മറ്റ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എല്ലാം തന്നെ സെറ്റിലാവുക. ഇത്തരത്തിലുള്ളൊരവസ്ഥയിൽ വീണ്ടും ഫർദർ ഒരു ബൂസ്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിന് ലഭിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാവി വളരെ ശോഭനാണ്. നമ്മളൊരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൻ എക്കണോമിയാണ്. ഇനി ട്രംപ് വലിയ രീതിയിൽ താരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് വളരെ നെഗ്ലിജിബിൾ ഇമ്പാക്റ്റാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു വ്യൂവിൽ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കിക്കാണുക. നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുക. അതോടൊപ്പം തന്നെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റുള്ള പൊസിഷനുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.